ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ബീഫ് സ്റ്റൂവും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ പാലൊക്കെ തിളപ്പിച്ച് ചായ ഉണ്ടാക്കുക. ചായ ഹസ്ബൻഡും മോനും മാത്രം ചായ കുടിക്കും. ഞാനങ്ങനെ സാധാരണ ചായ കുടിക്കാറില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഉച്ച കഴിഞ്ഞ് ഒക്കെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രിയിൽ ഉറക്കം വരത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ഞാൻ കൊച്ചിലെ മുതൽ ചായ കുടിച്ച് ശീലിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും, അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നും, എല്ലാവരും കുടിക്കുന്ന കാണുമ്പോൾ ചിലപ്പം വിചാരിക്കുന്ന ഇച്ചിരി കുടിക്കാമെന്ന് വിചാരിച്ച് ചിലപ്പം ഒരു 1/4 ഗ്ലാസ്സിൽ ഇച്ചിരി കുറവ് അങ്ങനെയൊക്കെ ചിലപ്പം രാവിലെ കുടിക്കും. ഉച്ച കഴിഞ്ഞ് ഒരിക്കലും കുടിക്കത്തില്ല. എന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചായ വൈകിട്ട് ആരുടെയെങ്കിലും കൂടെ ഒക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി എനിക്ക് ഉറക്കമേ വരത്തില്ല. അപ്പോൾ അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബ്രെഡും ബീഫ് സ്റ്റൂവും ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഇതുവരെ സാധാരണ മറ്റു ചിക്കൻ സ്റ്റൂവും വെജിറ്റബിൾ സ്റ്റൂവും പൊട്ടറ്റോ സ്റ്റൂ അങ്ങനെയൊക്കെ ഉണ്ടാക്കും, പക്ഷേ ബീഫ് സ്റ്റൂ ആദ്യമായിട്ടാണ്. അപ്പോൾ ബ്രെഡ് ഇന്നലെ രാത്രിയിൽ ബ്രെഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഒരെണ്ണം നമ്മുടെ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടും ഒരെണ്ണം ഓവനിൽ വെച്ചിട്ടും ഉണ്ടാക്കിയത്. അപ്പോൾ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് ഒന്നാമത് രാത്രി ലേറ്റുമായി. അപ്പോൾ അത് എനിക്കൊന്ന് ബ്രെഡ് ഇച്ചിരി കൂടെ ഒന്ന് പൊങ്ങാനുണ്ടായിരുന്നു. പിന്നെ അടുപ്പയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് ഫ്ലെയിം ഇച്ചിരി കുറച്ചില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്തു. പക്ഷേ ബ്രെഡ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ബ്രെഡിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോ ബ്രെഡിൻ്റെ വീഡിയോ ഇടാം. അതും കൂടെ ചെയ്താൽ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രെഡിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ബ്രെഡൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചു. എന്നിട്ടിപ്പം ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും, ഒരു 2 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം. ഞാൻ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യും. എന്നിട്ട് വിസിൽ വരുന്ന ഉടനെ തീ കുറച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്യും. അങ്ങനെ അപ്പോഴത്തേക്ക് ഇവിടെ കിട്ടുന്ന ബീഫ് അപ്പോഴത്തേക്ക് വേവും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ടിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പാനിലോട്ട്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഞാനിവിടെ മസാലയ്ക്കായിട്ട് എടുത്തേക്കുന്ന ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഗ്രാമ്പു, 2 വലിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു 1/2 സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്, തക്കോലം, പിന്നെ 5 ഏലക്കായും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ എടുത്തു. ഏലക്ക ഞാനൊന്ന് പൊടിച്ചു, എന്നിട്ട് കുരുമുളക് ഒന്ന് ചതച്ചും കൂടെ എടുത്തു. എന്നിട്ട് അത് ഇതിൽ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് 2 വലിയ സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി 1 ഇഞ്ചിൻ്റെ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ എരിയുടെ അനുസരിച്ച് ചേർക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് വെന്താൽ മതി, ബ്രൗൺ ആകാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. എന്നിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ 2 പൊട്ടറ്റോയും 1 വലിയ ക്യാരറ്റും പിന്നെ 6 ബീൻസുമാണ് എടുത്തേക്കുന്നത്. അത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴഞ്ഞു വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ അതിനകത്തോട്ട് ചേർക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും സ്റ്റൂവും. ഇനിയിപ്പം നമുക്ക് ഈ വെജിറ്റബിൾസ് ആ ഉള്ളിയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ആ എണ്ണയുമായിട്ട് ചേർന്ന് വഴണ്ടി വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 3-ാം പാല് ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ്
മൂന്നാം പാല്. നമ്മൾ ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ വെച്ചിട്ടുള്ള പാലാണ് എടുത്തേക്കുന്നത്. അപ്പം മൂന്നാം പാല് ചേർത്തു. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കുക്കാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം പൊട്ടറ്റോ ഒക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം. അതും 1 ഗ്ലാസ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ ഈ വെന്ത പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് എൻ്റെ മമ്മി പറയും ഈ സ്റ്റൂവിന് ഒന്ന് ഇച്ചിരി ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മച്ചിയൊക്കെ അരിപ്പൊടിയായിരുന്നു ചേർക്കുന്നത്. കുറച്ച് അരിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി ഇതിനകത്തോട്ടങ്ങ് ചേർക്കും. അപ്പം ആ സ്റ്റൂവിൻ്റെ ആ ഒരു വെള്ളം പോലെ ഇരിക്കുന്നതൊക്കെ ഒന്ന് മാറി ചെറിയൊരു കുറുക്ക്. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ അരിപ്പൊടി ഒന്ന് ഈ കറിക്കകത്തോട്ട് തന്നെ ഒന്ന് ഇളക്കി അങ്ങ് ചേർത്തു. അപ്പം നല്ലൊരു സ്റ്റൂവിൻ്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒന്നാം പാല് ചേർക്കണം. ഇനിയിപ്പോൾ ഒന്നാം പാല് ചേർത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു തിള വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം. കൂടുതൽ തിളയ്ക്കാൻ പാടില്ല, അപ്പം ചിലപ്പം പിരിഞ്ഞു പോവും. അപ്പോൾ നമുക്കതൊന്ന് എല്ലാ വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവ് തോന്നും. അപ്പോൾ ഒരു ശകലം ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു പൊടിക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് അപ്പോൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ സ്റ്റൂ ഇത്രയും ചെയ്യത്തുള്ളായിരുന്നു. എൻ്റെ മമ്മി ഒന്നും അങ്ങനെ നെയ്യ് ഒന്നും ചേർക്കുന്ന കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പല സ്ഥലത്ത് ഇങ്ങനെ നെയ്യൊക്കെ ചേർക്കുന്ന കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഈ നെയ്യ് ഒന്ന് ചേർത്ത് ചുമന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത ഈ പ്രാവശ്യം. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങനെ ചെയ്യുന്നത് ആ സ്റ്റൂവിനെ ഇച്ചിരി കൂടെ ഒന്ന് ടേസ്റ്റി ആക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സ്റ്റൂവിന് അങ്ങനെ നെയ്ക്കകത്ത് ചുമന്നുള്ളിയും കറിവേപ്പിലയും കാഷ്യൂ നട്ട്സും കൂടെ ഫ്രൈ ചെയ്ത് ചേർത്തു. അങ്ങനെ അടിപൊളി ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നൊയമ്പൊന്നും നോക്കുന്നില്ലെങ്കിൽ ബീഫ് സ്റ്റൂ ഉണ്ടാക്കി നോക്കണം. അല്ലെങ്കിൽ പിന്നെ നൊയമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാലും മതി, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയാൽ മതി. സൂപ്പർ ടേസ്റ്റി കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോകല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും അറിയിക്കുന്ന ഓരോ കമൻസും ഫീഡ്ബാക്കും അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you with a new video. Bye.